ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ റദ്ദാക്കുമെന്ന സുപ്രീംകോടതി. ആധാർ പൗരത്വത്തിനുള്ള ആധികാരിക രേഖയായി കണക്കാക്കാനാകില്ലെന്നും സുപ്രീംകോടതിയുടെ നിരീക്ഷണം. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, ആധാർ പൗരത്വത്തിനുള്ള ആധികാരിക രേഖയായി കണക്കാക്കാനാകില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിവെക്കുക കൂടിയാണ് സുപ്രീംകോടതി. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ? ആര്യ, ഈ ബീഹാർ SIR പ്രക്രിയക്കെതിരെ നൽകിയിട്ടുള്ള ഹർജികളിൽ ഇപ്പോൾ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഈ ആധാർ കാർഡ് പൗരത്വത്തിന്റെ നിർണായക തെളിവായി കണക്കാക്കാനാവില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമാണ് സുപ്രീം കോടതി ഇപ്പോൾ വാക്കാൽ ശരിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര പരിശോധന വേണ്ടിവരുമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. ഈ ആധാറിലടക്കം പരിശോധന ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പ്രോസസ്സിലടക്കം നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ അത് റദ്ദാക്കാനുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അനധികൃതമായി ഒഴിവാക്കിയാൽ കോടതിയെ സമീപിക്കാമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകരടക്കം ഈ 65 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ പുറംതള്ളിയ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, വലിയ തോതിലുള്ള ഒരു ഒഴിവാക്കൽ പ്രോസസ്സാണ് നടക്കുന്നത്. മറിച്ച് ഒരു SIR എന്ന് പറയുന്നത് SIR പ്രക്രിയയുടെ പരാജയമല്ല, മറിച്ച് എവിടെ ഇത് നടപ്പിലാക്കിയാലും ഇത് തന്നെയായിരിക്കും ഫലം എന്നുള്ളത് യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള ഹർജിക്കാർ കോടതിയിൽ വാദിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ വാദം ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറിച്ച് ഈ ഹർജിക്കാരുടെ വാദമാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 65 ലക്ഷത്തിലധികം വോട്ടർമാരെ ഈ വോട്ടർ പട്ടികയിൽ ആദ്യ കരടിൽ നിന്നും പുറത്താക്കിയതിനെതിരെ നൽകിയിട്ടുള്ള ഹർജികളിലാണ് ഇപ്പോൾ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ, ഇക്കാര്യത്തിൽ സ്വതന്ത്ര പരിശോധനയടക്കം വേണ്ടിവരുമെന്ന കാര്യം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ആധാറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ബീഹാറിലടക്കം ആധാറും വോട്ടർ ഐഡിയും ഒക്കെ സാധാരണഗതിയിൽ തിരിച്ചറിയൽ രേഖകളായി പരിഗണിക്കേണ്ടതാണ്. അതായത് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം രേഖകൾ പരിഗണിക്കുന്നില്ല എന്നുള്ള ചോദ്യം കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ തന്നെ സുപ്രീം കോടതി ചോദിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. കൃത്യമായുള്ള നിരീക്ഷണം കോടതി ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. ഇത് ആധാറുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്വതന്ത്ര പരിശോധനകൾ വേണ്ടിവരുമെന്നുള്ള സൂചന ാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ആര്യ, ശരി. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.